മമ്മൂക്കയിലുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ ആദ്യത്തെ മറുപടി തന്നെ ഞാൻ പറയാം, മമ്മൂക്ക ഇതിലുണ്ട്. ഒരു സീൻ പോലും നമുക്കൊന്ന് കളയാനില്ല. മികച്ച തിരിച്ചുവരവാണ്. ഓസ്കറിന്റെ കഥാപാത്രമായി ഗംഭീര തിരിച്ചുവരവാണ്. പിന്നെ നമ്മുടെ അർജുന സോൺ സാറും മമ്മൂട്ടിയും മികച്ചതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്ത് പറയാനുള്ളത്? ജനമണ്ണ് തിരിച്ചത് വളരെ നന്നായിട്ടുണ്ട്. പിന്നെ അതിന്റെ പറയേണ്ട ഭയങ്കര ഒരു സീൻ പോലും നമുക്കൊന്ന് കളയാനില്ല. അത്രയ്ക്ക് ഭയങ്കര ഇതാണ്, എക്സൈറ്റിംഗ് ആണ്. ഓരോന്നും സസ്പെൻസ് ആണ്. ഓരോ നിമിഷവും വരുമ്പോൾ അടുത്ത നിമിഷം എന്താന്നുള്ളൊരു തോന്നലാണ്. ഭയങ്കര അതിശയം. ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് നമുക്ക് പിടിക്കില്ല. എന്താണ് അടുത്തടുത്ത് അവസാനം വരെ നമുക്ക് നന്നായി. ആ ഒരു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ഇത്രയും ഭയങ്കര നല്ലൊരു മാസം അതില് എല്ലാവരും പറഞ്ഞ പോലെ മമ്മൂക്കയിലുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ ആദ്യത്തെ മറുപടി തന്നെ ഞാൻ പറയാം, മമ്മൂക്ക ഇതിലുണ്ട്. അത് ഫസ്റ്റ് ഹാഫ് വരെ ജയറാമിന്റെ കയ്യിലായിരുന്നു പടം. ജയറാം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ജയറാമിന് തിരിച്ചു വരുമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ സെക്കൻഡ് ഹാഫ് തുടങ്ങി മമ്മൂക്കയുടെ കയ്യിലാണ് പടം. അങ്ങനെയാണ് വസ്തുതരണം പറയാം. ആ മമ്മൂക്കയുടെ ഒക്കെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ, അത് എൻട്രി തന്നെ കാണുന്നത് നമുക്ക് രോമാഞ്ചമാണ്. എന്തായാലും പടം നല്ല കിടലം പടം. തിയേറ്ററിൽ തന്നെ എന്തായാലും കാണാനുള്ള എല്ലാ വകുപ്പും ഇതിലുണ്ട്. കംബാക്ക് തന്നെയാണ്, പുള്ളിയുടെ തിരിച്ചു വരുവ് അങ്ങനെയാണ് പറയാം. അല്ലാണ്ട് ഇതില് വേറെ ഒന്നുമില്ല. പിന്നെ മിഥുമേലയുടെ നല്ലൊരു സ്ക്രിപ്റ്റ്, ഇപ്പൊ ഓരോ സ്ക്രിപ്റ്റും പുള്ളി ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ്. അതന്നെ ഇതിൽ ആവർത്തിച്ചിട്ടുണ്ട്. അഞ്ചാം പാതിര ടച്ച് ഉണ്ട്, പക്ഷെ അഞ്ചാം പാതിരേക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പടം. മമ്മൂക്ക ഇതിലുണ്ട്. മമ്മൂക്ക സെക്കൻഡ് ഹാഫ് ആണെങ്കിൽ മമ്മൂക്കയുടെ കയ്യിലാണ് പടം. എന്തായാലും പടം നല്ല കിടില പടം. പിന്നെ അതുപോലെ തന്നെ BGM ഒക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരും കൊണ്ടും എന്തുകൊണ്ടും നല്ല ബമ്പർ ഹിറ്റ് പടമാണ്. ഗംഭീര തിരിച്ചു വരുന്നു. കോടി കളക്ഷൻ ഞാൻ പറയല്ല, കാരണം അത് ഓരോരുത്തരുടെ രീതി കഴിക്കും. എന്തായാലും പടം നല്ല കിടില പടം. അതിന് തിയേറ്ററിൽ നിങ്ങൾ നിരാശപ്പെടുത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. ഭയങ്കര രസമാണ്. ഒന്നും പറയാനില്ല. അടിപൊളിയാണ്. ട്വിസ്റ്റ് ഉണ്ട്. അപ്പൊ എല്ലാവരും തിയേറ്റർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്ത് ഒരു ടിസ്റ്റല്ല ഒന്നും പറയാനില്ല. ടിസ്റ്റോട് ടിസ്റ്റാണ്. അപ്പൊ എന്തായാലും മസ്റ്റായിട്ടും തിയേറ്റർ വിസിറ്റ് ചെയ്ത് കാണേണ്ട പടമാണ് എബ്രഹാം ഓസ്കർ. ഒന്നും പറയാനില്ല. നമ്മുടെ സ്വന്തം മൂവിയാണ്. പിന്നെ നമ്മുടെ ജയറാമിന്റെ വലിയൊരു തിരിച്ചുവരവാണ്, ഒരു ബിഗ് തിരിച്ചുവരവാണ്. ഓരോ സീൻ കഴിയുമ്പോഴും നമുക്കിങ്ങനെ എന്താ പറയണ്ടത്, ഗൂസ്ബംസ് ഇങ്ങനെ വരും. ഒന്നും പറയാനില്ല. എനിക്കൊന്നും പറയാനില്ല. ഫസ്റ്റ് ഹാഫ് ആൻഡ് സെക്കൻഡ് ഹാഫ് പൊളിച്ചു. സെക്കൻഡ് ഹാഫിന് നോ വേർഡ്സ്. അമേസിംഗ് മൂവി, അമേസിംഗ്. തെലുങ്ക് പടത്തിന് മാത്രമല്ല മലയാളം പടത്തിനും ജയറാമിനെ ഉപയോഗിച്ചാൽ യെസ് ഓഫ് കോഴ്സ്. തെലുങ്ക് പടത്തിന് മാത്രമല്ല നമ്മുടെ മലയാളം മൂവിക്ക് നമ്മുടെ ജയറാമിനെ വീണ്ടും തിരിച്ചിട്ടേക്കണം. ഐ എം സോ ഹാപ്പി ഫോർ ദിസ്. താങ്ക് യു. ഞാൻ ട്രിവാൻഡ്രത്ത് രാവിലെ വന്നതാണ് ജയറാമിന്റെ പടം കാണാൻ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഐ എം സോ ഹാപ്പി. ഒരു സംവിധായകനെ സഹായിച്ചിട്ടുണ്ട്. അതായത് ഓരോ നടന്മാർക്കും അവരുടെ സ്ക്രീൻ സ്പേസ് അവരറിയിക്കുന്ന രീതിയിൽ കൊടുക്കാനായിട്ട് ഇത് സംവിധാനം ശ്രമിച്ചിട്ടുണ്ട്. ഓരോ വ്യക്തികളെയും എടുത്തു പറയാൻ ഞാൻ ശ്രമിക്കുന്നില്ല, ഓരോരുത്തരെയും പറയുന്നില്ല. എന്നാലും എടുത്തു പറയത്തക്ക ജയറാമിന്റെ പെർഫോമൻസ്, ജഗദീഷിന്റെ പെർഫോമൻസ്, അർജുൻ അസവാന്റെ പെർഫോമൻസ്, ഇതെല്ലാം എടുത്തു പറയത്തക്കതാണ്. പിന്നെ അതിന് അനശ്വരരാജൻ എന്തായാലും ഇതിൻ്റെ ഒരു സസ്പെൻസ് വരുന്നുണ്ട്. അടുത്ത ഭാഗത്തിൽ വളരെ വിപുലമായിട്ട് നമുക്ക് തന്നെ സസ്പെൻസ് എന്താണെന്നറിയാം. ഏതായാലും ഫസ്റ്റ് പാർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു സിനിമയാണ്, കുടുംബസമേതം ആസ്വദിക്കാവുന്ന നല്ലൊരു പടമാണ്. ഞാൻ
കിട്ടിയ ഒരു മൂവിയാണ്. അതിന്റെ മിഥുനേട്ടന്റെ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ്. അതുപോലെ തന്നെ നമ്മൾ ചെറുപ്പം പോലെ കാണുന്നതാണ് ജയറാമിന്റെ ജോലിയാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഒരു ത്രൂഔട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് നിൽക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ബാക്കി പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. എനിക്കെന്ന് വെച്ചാൽ ത്രൂഔട്ട് ഇങ്ങനെ നമ്മൾ സെറ്റിലെല്ലാം കണ്ടതുകൊണ്ട് നല്ല സിനിമയായിരിക്കും. അത് നമ്മൾ കണ്ടാണല്ലോ ഇപ്പോൾ ഇതോളം ആളുകൾ എന്താ പറയുക നല്ല രീതിക്കാണ് സ്കൂളിൽ വന്നിരിക്കുന്നത്. ഇതൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. നമുക്ക് പിന്നെ കാണാം. താങ്ക് യു സോ മച്ച്. എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണാം. ഒരുപാട് എക്സൈറ്റഡ് ആണ്. ഒന്നും പറയാൻ ഞാൻ നിങ്ങൾ പറ. ഒരു വഴി ഒന്നര പോണം. അതെ, ഒന്ന് പോട്ടെ. ഇത് ഓസ്ലറോ? അങ്ങനെയാണ് എന്റെ പ്രതീക്ഷ. ശരി, താങ്ക് യു.